എന്നാമേ ഇതുണ്ടോ അങ്ങനെ എന്നും ഇതാ പണി. ഇതിനൊരു ഗ്രിപ്പും ഇല്ല ഒന്നുമില്ല. അങ്ങോട്ട് അരയ്ക്കാൻ തുടങ്ങുമ്പോഴും വിത്തയിലോട്ടെല്ലാം വീഴുവാ. ഇപ്പൊ ഞാനെന്നാ ചെയ്യാനാ? ഞാൻ എന്തായാലും വെള്ളം പിടിച്ചാലും ഇതിങ്ങനെയാ എല്ലാ എന്തോ ഒരു അവസ്ഥയാണെന്ന് നോക്കിക്കോണേ. എല്ലാം പോയി. സമ്മതി വിത്ത് വഴി ഇതെന്നാ പൂക്കളവോ? കരുപ്പ് ഇതിലെല്ലാം വീഴും. എന്നാ കുഴപ്പം? അമ്മ തുറന്നു വെച്ചിട്ടാണോ അരച്ചേ? അല്ലല്ല, ഇങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോഴേ അത് തട്ടി പോവുക. കൈ പിടിക്കാൻ അമക്കുന്നതിന് മുമ്പേ. ഇതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ ഉണ്ടാക്കിയതല്ലോ. കമ്പനിക്കാരനോട് വേണേ വിളിച്ചു പറയാം നമുക്ക്. നേരത്തെ ഇതിന് ക്ലിപ്പ് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഇറക്കുമ്പോൾ അങ്ങനെയാന്നേ, ക്ലിപ്പൊക്കെ ഉണ്ടാവും പണ്ടൊക്കെ. പണ്ട് കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബിസിനസ് മാത്രമല്ലായിരുന്നു പണ്ട്. നമ്മൾ എത്ര വർഷം ഉപയോഗിച്ചല്ലേ? 10-20 വർഷത്തോളം നമ്മൾ ഉപയോഗിച്ചല്ലേ അത് ക്ലിപ്പുള്ളത്. ഇപ്പം അവർ ലാഭിക്കുന്നതാണ്, പൈസ ലാഭിക്കുന്നത്. 3 ക്ലിപ്പ് ഇടാൻ പൈസ ഇല്ലാത്ത അവന്മാരാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഒരു കമ്പനിയുടെ അല്ല, പല കമ്പനികളും ഇത് തന്നെയാണ്. ഇത് ഞാനേ എന്ന് വെച്ചാൽ ക്ലിപ്പുള്ളതിനൊക്കെ 10-15 രൂപ വിലയാണ് ഇതിനൊക്കെ. നമ്മളിപ്പോൾ ഇത്രയും ഓർത്തത്, ഇത് തുറക്കുമ്പോൾ ഇത് തെറിച്ച് പോകുന്ന ഓർത്തത്. പുതിയ മിക്സിയാണ്. പക്ഷേ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യത്തിൽ കമ്പനിക്കാരെല്ലാം ഭയങ്കര ഒത്തൊരുമയുള്ളവരാണ്. ഇത് നോക്കിയേ, ആഹാ. ഇനിയിപ്പോൾ ചമ്മന്തി ഇവിടുന്ന് വലിച്ചെടുക്കുക, അല്ല ഇപ്പം എന്നാ ചെയ്യാനാ? ഇതിപ്പോൾ ചമ്മന്തിയേ ഇവിടുന്ന് വടിച്ചെടുക്കാം നമുക്ക്, അതേ നടക്കുള്ളൂ. അത് അരയ്ക്കുമ്പോഴേ അമ്മ അതിൻ്റെ കീഴേ പോയി നിൽക്കരുത്, മുളകൊക്കെ ആണെങ്കിൽ. പൊങ്ങി പോവോ? ആണോ? അപ്പം നിറച്ചിടാതെ ചെയ്താച്ചാ മതി. ആണോ? ഇതിപ്പോൾ ക്ലിപ്പില്ല. നമുക്ക് വേണം ഇപ്പോൾ 2-3. ഞാൻ അവളുടെ വല്ല ക്ലിപ്പും മേടിച്ചിട്ട് തരാം അത് തൽക്കാലത്തേക്ക്. ഇല്ല ഇപ്പം എന്നാ ചെയ്യാനാ? ഇതിപ്പോൾ പുതിയ മിക്സിയാണ്. ഇതിപ്പോൾ നമ്മളെന്നാ ചെയ്യാൻ ഇനി? ഉണ്ട്, കുറച്ചുണ്ട്. ബാക്കി വേണേൽ ഇവിടുന്ന് വടിച്ചെടുക്കാം നമുക്ക്. അയ്യോ, ഇതിനെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനായിട്ട് എന്തൊരവസ്ഥയാണ്. ഭിത്തിയും നോക്കിയേ. ഇത് ഡെയിലി ഇത് തന്നെ ഈ വീട്ടിലെ പരിപാടി. ഓക്കെ, കമ്പനിക്കാർക്ക് ലാഭം മാത്രം നോക്കിയാൽ മതി. വീട്ടമ്മമാരുടെ വിഷമം മനസ്സിലാക്കണ്ടല്ലോ. കൊള്ളാം. വീട്ടപ്പന്മാരുടെയും ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയായിപ്പോയി. ഇതിപ്പോൾ പ്രീതി എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി മാത്രമല്ല, എല്ലാ കമ്പനിക്കാരും ഇങ്ങനെയാണ്. അല്ലാതെ പ്രീതി കമ്പനിക്കാരെ മാത്രമല്ല പറയുന്നത്. പിന്നെ ഒരു സമാധാനം, അത്യാവശ്യം ന്യായമായ വിലയിൽ കൊള്ളാവുന്ന ഒരു സാധനം ഇതേ ഉള്ളൂ, പ്രീതിയുടെ മിക്സിയാണ്. ബാക്കിയെല്ലാം കണക്കാണ്. പക്ഷേ ഈ ക്ലിപ്പിടാത്തത് ഭയങ്കര മോശം പരിപാടിയാണ്. ശരി, ഓക്കെ.